രോഗം വരുന്നത് പാപം ചെയ്യുന്നുണ്ട്. और एक जमाने में आत्मिक लोग ये कहता था कि अगर किसी को कोई रोग आए तो वो उनकी जिंदगी के पाप का कारण है. കാരണം ബൈബിളിൽ പാപത്തിന്റെ പരിണിത ഫലമായിട്ട് രോഗം വരും. क्योंकि वचन दिखाता है कि पाप के कारण उसका जो प्रॉब्लम है उसमें एक जो है रोग आएगा. പക്ഷേ ഇന്ന് രോഗം ആരെയും പിടിക്കുന്നുണ്ട്. पर आज जो है रोग किसी को भी पकड़ लेता है. അതിന്റെ കാരണം എന്താണെന്നറിയോ? उसका कारण क्या है? ബൈബിളിൽ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കർത്താവും പറയുന്നുണ്ട്, പോളും പറയുന്നുണ്ട്, മരണകരമായതെന്ത് കുടിച്ചാലും കഴിച്ചാലും നിങ്ങൾക്ക് ഹാനി വരത്തില്ല. परमेश्वर ने भी कहा, पौलुस ने भी कहा कि मृत्यु हो जाने के लिए या उस रीति का कुछ हानिकारक कुछ भी खाए तो वो आपको हानि नहीं होगा. ഇന്ന് നമ്മൾ സത്യത്തിൽ വിഷമല്ലാത്ത ഒന്നും കഴിക്കുന്നില്ല. और आज अगर देखें तो हम जो भी खाते हैं उसमें सब मिलावट है, वो उसमें सब जहर के समान के पदार्थ है. നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ശ്വസിക്കാൻ കിട്ടിയ വായു പോലും ഇവർ വിഷമാക്കി. और हमको मुफ्त में श्वास लेने के लिए जो वायु है उसमें भी उन्होंने मिलावट लाई है. അല്ലേ? നമ്മൾ കഴിക്കാത്ത വിഷം എന്തെങ്കിലും, വിഷമില്ലാത്ത എന്തെങ്കിലും ഒരു വസ്തു എന്ന് പറയാം, എനിക്കതൊന്ന് കഴിക്കാൻ വേണ്ടിയാണ്. ऐसा कोई एक तो भी पदार्थ है जिसमें ये हानिकारक या जहर समान के पदार्थ नहीं, तो मुझे ही बताओ, मुझे भी चाहिए. ശുദ്ധമായ വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മൾ ബിസ്ലേരി മേടിച്ചു വയ്ക്കും, അതും ഇപ്പം വിഷമാണ്. जो है शुद्ध पानी पीने के लिए हम बिस्लेरी खरीदते हैं, पर उसमें भी ऐसे हानिकारक पदार्थ है. ഇപ്പം മായമില്ലാത്ത ഒന്നുമില്ല. तो ऐसा कोई भी चीज नहीं जिसमें मिलावट नहीं. അപ്പം നമ്മളെല്ലാവരും സത്യത്തിൽ ഒരു രോഗം ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളുമാണ് നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. तो हम जो भी खा रहे हैं उसके सब द्वारा हम रोगी बन जाए, उसकी संभवता है उस बात में. നമ്മൾ പലരും ആശുപത്രി പോകാത്തതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ രോഗമില്ലെന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. बहुत लोग हम जो है अस्पताल नहीं जाते, इसके लिए हमारी ये विश्वास है कि हमारे शरीर में तो कोई रोग नहीं है. ഇന്ന് രോഗം സർവ്വസാധാരണമായി. और आज रोग जो है वो साधारण हो गया है. ഇന്ന് ഏറ്റവും കൂടുതൽ ദൈവവുമായിട്ട് അടുത്തിരിക്കുന്നവർ രോഗികളാകുന്നത് നമ്മൾ കേട്ടു തുടങ്ങി. और इस जमाने में हमने ये सुना है, देखा भी है कि जो परमेश्वर के बहुत करीब रहते हैं वो रोगी बन रहे हैं. നിങ്ങളോട് ഒന്ന് രണ്ട് സിമ്പിൾ കാര്യം പറയാം. പണ്ട് ക്യാൻസർ വരുമ്പോൾ ചോദിക്കും, മദ്യപിക്കുമോ, സിഗരറ്റ് എങ്ങനെ ചോദിക്കും, അല്ലേ? तो पहले ज़माने में अगर किसी को कैंसर होता था तो पूछते थे कि क्या आप शराब पीते थे या आप क्या कभी सिगरेट आपने यूज़ किया है. ഇന്ന് വലിക്കുന്നവർക്കും കുടിക്കുന്നവർക്കും അങ്ങനെ ക്യാൻസർ വരുന്നില്ല, അല്ലാത്തവർക്കാണ് ക്യാൻസർ. पर अभी के ज़माने में जो दारू पीते हैं, जो सिगरेट यूज़ करते हैं, उनको कैंसर नहीं हो रहा, पर साधारण लोगों को होता है. കുടിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നവനാണ് ഇപ്പോൾ ക്യാൻസർ. और जो कह रहा है, जो कहता है कि दारू पीना गलत है, उसको कैंसर हो रहा है. അതിൻ്റെ അർത്ഥം നമ്മുടെ ആഹാരം, നമ്മൾ കഴിക്കുന്ന ആഹാരം നമുക്ക് ക്യാൻസർ വരെ കൊണ്ടുവരാം. उसका अर्थ यह है कि हम जो खाना खाते हैं उसके अंदर हमको कैंसर जो है आने का भी संभवता है. അപ്പോ ഇന്ന് രോഗം വരുന്നതിന് പാപം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. तो इस जमाने में जो है रोग आपके शरीर में पीड़ित होए उसके लिए आप पाप करें ऐसे जरूरी नहीं. പക്ഷേ ഞാനൊരു കാര്യം എന്നോട് ദൈവം പറഞ്ഞത് പറയാനാണ് ഇത് പറയുന്നത്. पर परमेश्वर ने मुझसे एक बात कही, वो आपसे बांटने के लिए मैंने इतना कहा. സ്വർഗത്തിലെ അപ്പച്ചൻ പറഞ്ഞു, परमेश्वर ने कहा, വചനത്തിൽ ഞാൻ രോഗം വരത്തില്ലെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. वचन में ऐसा मैंने नहीं कहा कि तुम्हारे शरीर में रोग नहीं आएगा. ഈ മൺശരീരം രോഗത്തിന്റെ ഏത് രോഗവും പിടിക്കാൻ സാധ്യതയുള്ളതാണ്. और ये मिट्टी का शरीर कोई भी रोग इस शरीर को आसानी से पकड़ सकता है. എന്നാൽ पर കാൽവറിയിൽ
സകല രോഗങ്ങളെയും കർത്താവ് പിടിച്ചു കെട്ടി. कलवरी पर परमेश्वर ने सारे रोगों को बांध कर उन्हें रख दिया. ഞാൻ ഈ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം. जो मैंने कहा ध्यान से सुनना. സകല വൈറസിനെയും സകല രോഗം ഉണ്ടാക്കുന്ന സകല അണുക്കളെയും കാൽവറിയിൽ യേശു പിടിച്ചു കെട്ടി. सारे वायरस या रोग हमको लाने वाले वो सारे जो भी बातें हैं उन सभी बातों को परमेश्वर ने कलवरी पर बांध कर रख दिया. ഒരാഴ്ച ഫുൾ എന്നെ സൗഖ്യമാക്കണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. एक हफ्ता मैंने पूरा परमेश्वर से प्रार्थना किया कि मुझे चंगाई देना. അതൊരു വല്ലാത്ത ഇമോഷണൽ പ്രയറായി. वो बहुत ही भावुक तौर का एक प्रार्थना था. ഇത് നടക്കുന്നത് രാത്രി 3 മണിക്കാണ്. और ये रात को 3 बजे हो रहा है. മമ്മിക്കും ലിൻസിക്കും അതറിയാം. और मेरी माँ और मेरी पत्नी जानती है. ആ ഒരാഴ്ച ഞാൻ അത്രയും ഇമോഷണലി കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് കർത്താവിനോട് സംസാരിച്ചില്ല. और वो एक हफ्ता इतने भावुक तौर से मैंने परमेश्वर से प्रार्थना किया पर परमेश्वर ने मुझसे बातें नहीं की. ഭയങ്കര ദൈവസാന്നിധ്യമുണ്ട്. परमेश्वर की श्रेष्ठ उपस्थिति है. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് കർത്താവ് മറുപടി പറയുന്നില്ല. पर जो बात मैं उनसे कर रहा हूं उस बातों के लिए वो मुझे उत्तर नहीं दे रहे. എന്നെ വളരെ അസ്വസ്ഥമാക്കുന്ന ഒരു റിപ്പോർട്ട് വന്നു. और ऐसा एक रिपोर्ट आया जो मुझे बहुत ही अस्वस्थ कर दिया. എനിക്ക് ദൈവത്തോട് ഭയങ്കര പരിഭവം തോന്നി. और मैं परमेश्वर के विरोध बहुत सवाल उठाने लगा. ഓ വിരോധമല്ല, പരിഭവം തോന്നി എന്ന് പറഞ്ഞാൽ शिकायतें करने लगा. കർത്താവ് എന്നോട് ചോദിക്കുക, ഈ അവയവങ്ങളെല്ലാം എൻ്റേതാണോ നിൻ്റേതാണോ? तब परमेश्वर ने मुझसे एक सवाल पूछा, तेरे शरीर में जो अवयव है वो क्या तेरे है क्या मैंने दिए हैं? ഞാൻ പറഞ്ഞു അത് എൻ്റേതാ. तो मैंने कहा कि मेरा है. ഞാൻ നിനക്ക് തന്നല്ലേ, ये मैंने तुझे दिया है. അതിൻ്റെ മേൽ ആർക്കാ അധികാരം? तो उस अवयवों पर किसको अधिकार है? ഞാൻ പറഞ്ഞു എനിക്കാ. मैंने कहा कि मुझे है. നിന്റെ അവയവത്തിൻ്റെ മേൽ നിനക്ക് അധികാരമുള്ളപ്പോൾ അതിനോട് കൽപ്പിക്കേണ്ടത് ഞാനാണോടാ നീയാണോ? तेरे अवयवों पर जब तुझे अधिकार है उसके प्रति मुझे ऐलान करना है या तुझे करना चाहिए? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാ കൽപ്പിക്കണ്ടേ. तो मैंने कहा कि मुझे ऐलान करना चाहिए. അപ്പോൾ പിന്നെ ഞാൻ എന്താ തരണ്ടേ? तो मैं तुझे क्या दूं? അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം പിടികിട്ടിയത്. तब मुझे एक बात समझ में आया. കർത്താവ് എനിക്ക് ശക്തിയും അധികാരവും തരും. परमेश्वर मुझको सामर्थ और अधिकार देगा. ശിശുമാരോട് പറഞ്ഞ വാക്കൊന്ന് പറയാം. चेलों से कहा हुआ उस बात को मैं कहता ലൂക്ക് हूं. 9:1 ഒന്ന് വായിച്ചു. लूका का सुसमाचार 9वां अध्याय उसका पहला आयत हम അതിനകത്ത് पढ़ेंगे. പ്രസംഗിക്കല്ല, ഒന്ന് പറയാം. प्रचार नहीं कर रहा पर एक बात मैं आपसे कहना चाहता हूं. फिर उसने 12 को बुलाकर उन्हें सब दुष्टात्माओं और बीमारियों को दूर करने की सामर्थ और अधिकार दिया. സൗഖ്യമാക്കാനുള്ള ശക്തി അധികാരവും ആരാ നമുക്ക് തന്നു? और चंगाई का सामर्थ और अधिकार हमको किसने दिया? യേശു സൗഖ്യമാക്കുമെന്നാണോ അതിനകത്ത് പറഞ്ഞേക്കുന്നത്, അതോ നിങ്ങൾ സൗഖ്യമാക്കണമെന്നാണോ? ये वचन में क्या ऐसा लिखा है कि यीशु चंगाई देगा या ऐसे कहा है कि तुमको चंगाई देना है? പറ. तुमको चंगाई देना. അപ്പൊ സൗഖ്യം നമ്മൾ കൊടുക്കണം. चंगाई हमें देना है. എൻ്റെ അവയവത്തിന് ഞാൻ സൗഖ്യം കൊടുക്കണം. मेरे अवयवों को मैं चंगाई मुझे देना चाहिए. അപ്പൊ ഞാൻ കൊടുക്കേണ്ട സൗഖ്യത്തിന്റെ സാമർത്ഥ്യം എനിക്ക് തരും. तो मैं जो चंगाई देना चाहिए उसका सामर्थ्य प्रभु मुझे देगा. ശക്തിയോ അധികാരവും എനിക്ക് തരും. और उसके लिए जो सामर्थ्य और अधिकार की जरूरत है वो मुझे वो देगा.
ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായോ? क्या आपने समझ पाई इस वाणी को? അപ്പോ കാൽവറിയിൽ ഇതിനെ മുഴുവൻ പിടിച്ചു കെട്ടിയിട്ട് അതിൻ്റെ മേലുള്ള സാമർത്ഥ്യവും അധികാരവും ദൈവം നിങ്ങൾക്ക് തന്നു. तो कलवरी पर इन सारी बीमारियों को पकड़ के बांध रखकर उसके ऊपर के सामर्थ और अधिकार आपको दिया. ഒന്നുകൂടെ പറയുന്നു, और एक बार कहता हूं, യേശു കാൽവറി കയറുന്നതിന് മുമ്പ് പ്രവാചകൻ ഇങ്ങനെ എഴുതി വെച്ചു, और यीशु कलवरी पर जाने से पहले नबी ने ऐसे लिख कर रखा, എൻ്റെ അടിപ്പിണരുകളാൽ അവരുടെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. और उसके कोड़े खाने से जो है आपको चंगाई मिल चुकी है. ഞാൻ ഈ പറഞ്ഞ മനസ്സിലായോ? क्या आप समझ पाए? അപ്പം സൗഖ്യം എവിടുന്നാ വരുന്നത്? चंगाई कहां से आ रही है? कोड़े खाने. ഇനിയും എന്നോട് ഈ ലൂക്കോസ് 9 ഒന്നുകൂടെ ചേർത്തിട്ട് എന്നോട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് പറ. और इन दोनों वचनों को जोड़कर बताइए कि क्या कहा गया है. അടിപ്പിണര് പുറകെയാ, जो है സാമർത്ഥ്യം മുന്നെയാ. कोड़े खाना वो फिर आएगा, पहला सामर्थ्य दिया गया. എത്ര പേർക്ക് പിടികിട്ടി? क्या कितने लोग समझ पाए? അടിപ്പിണരുകളുള്ള സൗഖ്യം പുറകെയാണോ? कोड़े खाने से जो चंगाई है वो पीछे भाग में है, പക്ഷെ സാമർത്ഥ്യം മുന്നെയല്ലേ കൊടുത്തത്? पर उनको सामर्थ्य पहले दिया गया. या യേശു മരിച്ചത് പുറകെയാ, यीशु പക്ഷെ का ശക്തി കൊടുത്തത് മുന്നമേ. यीशु का मृत्यु जो है वो बाद में हुआ, पर सामर्थ्य पहले दिया गया. ശിഷ്യന്മാർക്ക് സൗഖ്യം കിട്ടുമ്പോ അടിപ്പിണര് പുറകെയാ കിട്ടുന്നത്. और जब चेलों को जब सामर्थ्य मिल रहा है, उसका कोड़े खाने से जो चंगाई है उसके बाद मिलेंगी उनको. സാമർത്ഥ്യം അതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ സാമർത്ഥ്യമല്ല, അധികാരവും ശക്തിയും അതിനു മുമ്പ്. उसके पहले उनको सामर्थ्य और अधिकार दिया गया. എന്റെ ചോദ്യം, मेरा सवाल, അടിപ്പിണരിന് മുമ്പുള്ള നടന്ന സൗഖ്യങ്ങളെല്ലാം പിന്നെ എങ്ങനെ നടന്നത്? तो उसके खोड़े खाने से पहले जो भी चंगाई थी वो कैसे हुई? രോഗികൾ സൗഖ്യമല്ലേ? उसके पहले भी रोगी लोगों ने चंगाई पाया. യേശു കാൽവറിയിൽ മുറിവേക്കുന്നതിന് മുമ്പ് രോഗികൾ സൗഖ്യമായോ? और यीशु कलवरी पर कोड़े खाने से पहले भी लोग चंगाई हुए. സൗഖ്യമായോ? Yes. എങ്ങനെ സൗഖ്യമായി? उनकी चंगाई कैसे हुई थी? അപ്പോ രോഗം സൗഖ്യമാകാൻ ഒരു ശക്തിയുണ്ട്, तो रोग की चंगाई होने के लिए एक सामर्थ्य ഒരു है, അധികാരമുണ്ട്. और उसके लिए एक अधिकार है. അതിനൊരു അടിപ്പിണര് വേണ്ട. उसके लिए एक कोड़े खाने की जरूरत नहीं. നമുക്ക് അടിപ്പിണരും ഉണ്ട്, हमारे लिए खोड़े खाने की चंगाई भी है. वाह. നമുക്ക് ശക്തിയുണ്ട്, हमको सामर्थ भी है, നമുക്ക് അധികാരമുണ്ട്. और हमारे लिए अधिकार भी है. അപ്പൊ നമ്മുടെ അവകാശത്തിനകത്ത് അടിപ്പിണർ, हमारे विरासत के अंदर वो खोड़े खाने की चंगाई. അപ്പൊ ഒരു രോഗം വരുമ്പോ तो जब एक रोग हमारे जिंदगी में आता है, ഓട്ടോമാറ്റിക്കലി ഈ ശരീരം തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, तब ये शरीर अपने आप एक बात को ऐलान करता है, ഒരു അടിപ്പിണർ ഇവിടെ ഉണ്ട്. यहाँ पर एक कोड़े खाने की चंगाई उपलब्ध है. അപ്പൊ ഏത് രോഗം ഈ ശരീരത്തിൽ വന്നാലും कोई भी रोग इस शरीर में अगर आए, അതിന് പൂർണ്ണമായി ഒരു നിയന്ത്രണം ഈ ശരീരത്തിൽ എടുക്കാൻ പറ്റത്തില്ല. तो वो रोग पूर्ण तरीके से कभी भी इस शरीर को नियंत्रित नहीं कर കാരണം सकता. ഒരു അടിപ്പിണരുള്ള ഒരു വ്യക്തിയുടെ മേലെ ഈ രോഗം വന്നേക്കുന്നത്. क्योंकि वो कोड़े की चंगाई जिस व्यक्ति के ऊपर है, उसके ऊपर ये रोग बाधित हुआ है. ആർക്കാ ഈ അടിപ്പിണരുള്ളത്? किस व्यक्ति को ये कोड़े की खाने की चंगाई? ആർ യേശുവിന്റെ ക്രൂശിൽ വിശ്വസിച്ചോ
जिसने उस यीशु के कलवरी पर विश्वास किया, യാർ യേശുവിന്റെ ക്രൂശിൽ ആശ്രയിച്ചോ, जिसने उस यीशु के कलवरी पर आश्रय रखा, നിന്റെ വീണ്ടെടുപ്പിന്റെ പുറകിൽ ക്രൂശാണെങ്കിൽ, आपके उद्धार का पीछे का कारण अगर वो कलवरी നിന്റെ है, വീണ്ടും ജനനത്തിന്റെ പുറകിൽ ക്രൂശാണെങ്കിൽ, आपके मसीह में जन्म होने का कारण अगर वो कलवरी है, നിന്റെ രക്ഷയുടെ പുറകിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശാണെങ്കിൽ, आपके उद्धार का कारण यीशु मसीह का अगर कलवरी നിന്റെ है, കർത്തൃത്വത്തിന്റെ പുറകിൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശാണെങ്കിൽ, आपके जिंदगी के प्रभुता का कारण यीशु मसीह का कलवरी है, നിന്റെ മേലൊരു അടിപ്പിണരുണ്ട്, आपके ऊपर कोड़े खाने की एक നിന്റെ चटाई മേലൊരു है, അടിപ്പിണരിന്റെ അവകാശമുണ്ട്. आपके ऊपर कोड़े खाने के द्वारा आई हुई एक അതുകൊണ്ട് विरासत ഒരു है। രോഗത്തിനും इसलिए कोई भी रोग പൂർണ്ണ കർത്തൃത്വം നിന്റെ മേൽ നടത്താൻ കഴിയത്തില്ല. पूर्ण प्रभुता कभी आप पर नहीं कार्य कर सकता। ആമേൻ പറയാവുന്നവരൊന്ന് പറഞ്ഞാട്ടെ. जो आमीन कह सकते हैं, आमीन कहिए। आमीन। ദൂത് മനസ്സിലാവുന്നുണ്ടോ? क्या आप इस नबूवत के वाणी को समझ ഈ पा रहे हैं? ബോധം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ये समझ अगर हमारे अंदर है, നമ്മൾ ഈ ലൂക്ക് 9:1 ഉപയോഗിക്കും. हम लूका सुसमाचार 9वां अध्याय पहला आयत को हम उपयोग करेंगे। और बीमारियों को दूर करने की सामर्थ और अधिकार दिया। മനസ്സിലായോ? രോഗത്തെ ഹിന്ദിയിൽ നല്ല വാക്കാ, बीमारियों को दूर करने दूर करने के लिए सामर्थ और अधिकार दिया। മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞേ, രോഗങ്ങളെ പുറത്താക്കുവാൻ मलयालम में ശക്തിയും അധികാരവും. मलयालम में कहा है बीमारियों को बाहर कर देने के लिए सामर्थ और अधिकार दिया। പക്ഷെ ഹിന്ദിയിൽ എങ്ങനെയാ? ദൂർ കർണക്കില്ലേ. ഇംഗ്ലീഷിൽ എങ്ങനെയാ? അതൊന്ന് നോക്കിയോ എന്ന് പറഞ്ഞ സൗഖ്യമാക്കാൻ. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, മൂന്നും നടക്കും. तो एक बात सही है कि ये तीनों बात होगा। സൗഖ്യമാകും, चंगाई होगी, പുറത്തു പോകും, बाहर निकल ദൂരെ जाएगा, പോകും. दूर चला जाएगा। वाओ। എന്ന് പറഞ്ഞാൽ അത് പിന്നെ തിരിച്ചു വരത്തില്ല. उसका अर्थ फिर से कभी वो लौट कर नहीं आएगा। ഇന്ന് പകൽ അത് ഇവിടെ നടക്കണം. आज सुबह वो यहाँ पर होना है। आमेन। മനസ്സിന്റെ ആണെങ്കിലും ശരീരത്തിന്റെ ആണെങ്കിലും നടക്കണം. मन का हो या शरीर की बीमारी हो, वो ऐसा संभव होना है। ആമേൻ. आमेन। അത് കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും പ്രായമുള്ളവരുടെ ആണെങ്കിലും അത് നടക്കും. अगर वो बच्चों के जिंदगी का है, बुजुर्गों का है, तो भी वो आज संभव होगा। നമ്മുടെ മൈൻഡ് സെറ്റപ്പ് ഇന്ന് മാറ്റണം. हमारे मनोभाव को आज बदलना है। ഞങ്ങൾക്കൊരു അടിപ്പിണരുണ്ട്. हमारे लिए कोड़े खाने की एक चंगाई है। അത് രോഗം വരുമ്പോ ഓപ്പറേറ്റ് ആകുന്നതല്ല. वो रोग आने के बाद कार्य करने वाली नहीं। നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ അത് ഓപ്പറേറ്റ് ആയി തുടങ്ങിയതാ. जब आपने यीशु मसीह को स्वीकार किया तभी से वो कार्य कर रहा है। ഞാൻ ഇതിനെ കുറിച്ചൊന്ന് പറയാൻ പോവാ. इसके बारे में मैं आपको और समझा कर देने वाला हूं, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആകും. तब आपको व्यक्त हो जाएगा। നമ്മുടെ അകത്തെ പിക്ചർ ഒന്ന് മാറും. हमारे अंदर का जो चित्र है वो बदलेगा। കർത്താവ് എന്നെ നിങ്ങളുടെ പാസ്റ്ററാക്കി അയഞ്ഞാൽ परमेश्वर ने मुझे आपका पासवान इसलिए बनाया, നമ്മുടെ അകത്ത് കിടക്കുന്ന ഒത്തിരി പിക്ചറുകൾ മാറണം. हमारे मन के अंदर कुछ जो चित्र है उसे हट जाना है। നമ്മുടെ അകത്ത് കിടക്കുന്ന പിക്ചറുകൾ പലതും നമ്മളെ ദൈവവുമായിട്ട് പൂർണ്ണമായിട്ട് അടുപ്പിക്കുന്നതാണ്. हमारे अंदर जो दृष्टिकोण है वो हमको परमेश्वर के करीब नहीं लाता। നമുക്കെന്താ പറ്റിയെന്നറിയോ? ലോകം പൊതുവെ പോകുന്ന ഒരു സ്റ്റൈലുണ്ട്, അത് നമുക്കറിയാം. നമ്മൾ ആ സ്റ്റൈലിൽ പോവാം. हमारी ये संकट है कि ये दुनिया एक तरीके से जा रही है, हम भी उस तरीके का पीछा करते हैं। ക്രിസ്ത്യാനി പോകുന്ന ഒരു സ്റ്റൈലുണ്ട്, നമ്മളും ആ സ്റ്റൈലിൽ അങ്ങ് പോവാം. और मसीह लोग एक तरीके का पालन करते हैं, हम भी उसका पीछा कर रहे हैं। ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്, അത് മാറി വിശ്വസിക്കാൻ നമ്മൾ തയ്യാറല്ല. मसीह लोग विश्वास करने का एक तरीका है, पर उसमें से हटकर हम करने के लिए इच्छा नहीं रखते। നമ്മൾ ആകെ കണ്ടിട്ടുള്ളത് 10 മലയാളിയെയും 10 ഇന്ത്യക്കാരെയോ.
और हमने हमारे जिंदगी में 10 मलयाली और 10 भारतीय लोगों को ही देखा है। നമ്മൾ 3-4 ചർച്ചിൽ ആകെ ഇരുന്നിട്ടുള്ളത്. हम 3 या 4 कलीसिया में ही गए हैं അത് പറയുന്നതാണ് നമുക്ക് വലിയ കാര്യം. और उधर की बातें कहना हमारे लिए बड़ी बात है। അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ബൈബിളിന്റെ ആവശ്യമില്ല. अगर वैसा होता तो हमको ये वचन की जरूरत नहीं നമുക്ക് होती। എന്തെങ്കിലും ഒരു പുസ്തകക്രമം മതിയായിരുന്നു. हमको शायद पुस्तक का कोई क्रम की जरूरत थी। പക്ഷെ നമുക്ക് ഈ പുസ്തകം തന്നെ എന്തിനാണെന്നറിയാവോ? हमको ये वचन क्यों दिया गया? ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതനുസരിച്ച് ഫോളോ ചെയ്യാനല്ല. कोई कुछ जो कहता है वो सुन के उसका पालन करने के लिए नहीं। വചനം നടക്കാൻ പറയുന്ന ഒരു നടപ്പുണ്ട്. वचन चलने का एक तरीका बताता है, वो देखना വചനം है। വിശ്വസിക്കാൻ പറയുന്ന ഒരു വിശ്വാസമുണ്ട്. वचन विश्वास करने का एक बात कहता है, उससे विश्वास करना। ഞാനത് ഒന്നുകൂടെ ക്ലിയർ ആക്കാം. അപ്പൊ മെസ്സേജിലൂടെ വരുമ്പോൾ അത് ക്ലിയർ ആകും. जब मैं प्रचार की ओर बढ़ूंगा आपको और स्पष्ट हो जाएगा। കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ ദൈവരാജ്യം എന്ന് പറഞ്ഞ എത്ര ക്ലിയർ ആയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് पिछले रविवार मैंने परमेश्वर के राज्य के बारे में जो सेवकाई किया, कितने लोगों को वो स्पष्ट हुआ मुझे पता നമ്മളത് नहीं। ഡീറ്റെയിൽ ആയിട്ട് ഈ വർഷം പഠിക്കും. ये साल हम उसके बारे में और भी गहराई में അതാണ് എൻ്റെ सीखेंगे। ആഗ്രഹം. मेरी इच्छा वो है, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ അറിയത്തില്ല. पर पवित्र आत्मा कैसे चलाएगा हमको पता नहीं। ദൈവരാജ്യത്തെ കുറിച്ച് പഠിക്കണം നമ്മൾ. परमेश्वर के राज्य के बारे में हमको मुख्य रूप से सीखना पड़ेगा। അത് നമ്മളൊക്കെ ദൈവം അനുവദിക്കുവാണെങ്കിൽ പഠിപ്പിക്കാം ഞാൻ. परमेश्वर अनुमति देगा तो मैं आपको പക്ഷെ सिखाऊंगा। അതിനകത്തുനിന്ന് പോയ ഒരു കാര്യം ദൈവം എന്നെ ഈ ആഴ്ച ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. पर हमने छुआ हुआ एक भाग इस हफ्ता पूरा परमेश्वर मुझे मनन करा रहा था। ഞാൻ പറഞ്ഞ ഒരു ഭാഗം നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല. मैंने एक भाग कहा, आप में से कितने लोग ने ध्यान दिया അവിടെ पता नहीं। ഒന്നുകൂടെ നിങ്ങൾക്ക് തരാം. फिर से मैं आपको बताता हूँ। ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം പറഞ്ഞു നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കാം. उत्पत्ति के पुस्तक में ऐसा कहा गया है कि परमेश्वर कहता है कि हम हमारे रूप और स्वरूप में मनुष्य का सृष्टि करें। അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? वैसे ही कहा गया है। അപ്പൊ ദൈവത്തിൻ്റെ രൂപമാണ് മനുഷ്യന് കൊടുത്തത്. तो परमेश्वर का जो रूप है वो मनुष्य को दिया गया। ദൈവരൂപം എന്ന് പറയുന്നത് ആത്മാവിന്റെ രൂപമാണ്. परमेश्वर का जो रूप है वो आत्म रूप है। കാരണം ദൈവം ആത്മാവാണ്. परमेश्वर आत्मा है, അപ്പോ നമുക്കൊരു ആത്മരൂപമുണ്ട്. तो हमारा एक आत्मिक रूप है। ആ ആത്മരൂപത്തിന് ഈ ഭൂമിയിൽ വന്ന് താമസിക്കാൻ പറ്റത്തില്ല. वो आत्मिक रूप इस धरती में आकर निवास नहीं कर सकता। ഈ ഭൂമിയിൽ താമസിക്കാൻ उसे इस धरती में ഒരു रहने के लिए മൺരൂപം കൊടുത്തു. एक मिट्टी का रूप दिया। അതാണ് ഉൽപ്പത്തി 2 പറയുന്നത്. ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. और वो ही उत्पत्ति 2:7 തോന്നുന്നു, 6-7 ഒന്ന് വായിക്കാം. उत्पत्ति का दूसरा अध्याय उसका 7वां आयत। हाँ। तब यहोवा परमेश्वर ने ആ आदम को भूमि की मिट्टी से रचा। അപ്പൊ ഈ ആത്മരൂപത്തെ ഒരു മൺകൂടാരത്തിനകത്ത് വെച്ചു. तो इस आत्मिक रूप को एक भूमि के मिट्टी के उस पात्र में रख दिया। അതിന്റെ തെളിവാണ് പോൾ പറയുന്നു ഈ അത്യന്ത ശക്തി എവിടെ വെച്ചെന്ന മൺകൂടാരത്തിൽ. और इसका सबूत है जहां पौलोस कहता है कि इस अत्यंत सामर्थ को इस मिट्टी के बर्तन में रखा गया। മനസ്സിലാകുന്നുണ്ടോ? क्या आप समझ पा रहे हो? ദൈവത്തിന്റെ രൂപം ഒരിക്കലും മണ്ണല്ല. परमेश्वर का रूप कभी भी मिट्टी का रूप नहीं। അതോ क्या है? മൺരൂപമാണോ ദൈവത്തിന്? क्या परमेश्वर का मिट्टी का रूप है? അല്ല. नहीं। വേദോസം പറയുന്ന ആത്മാവാണ്. वचन कहता है कि परमेश्वर आत्मा, ആത്മരൂപന, वो आत्मिक रूप ही है തേജസ് രൂപന. और वो तेज रूप ही है। അപ്പൊ ദൈവത്തിന്റെ സ്വരൂപത്തെ മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ആത്മരൂപത്തെ നമ്മളെ സൃഷ്ടിച്ചു. परमेश्वर ने मनुष्य को अपने स्वरूप में बनाया, उसका अर्थ मनुष्य को आत्मिक रूप में बनाया। എന്നിട്ട്
ഈ മൺകൂടാരത്തിലോട്ട് കയറ്റി. और फिर उसे इस मिट्टी के बर्तन में रखा. അതുകൊണ്ട് അവിടെ എഴുതി വെച്ച അവൻ ജീവനുള്ള ദേഹിയായി. और इसलिए वहां लिखा है कि वो जीवित प्राणी बन गया. ആ അതാണ് ബൈബിൾ വാക്യം. അപ്പൊ ഇനി എന്റെ ചോദ്യം, मेरा सवाल, ഏത് തോട്ടത്തിൽ അനുസരണക്കേട് കാണിച്ചപ്പോൾ ഒരാൾ മരിച്ചു? एदन वाटिका में आज्ञा न मानने के कारण एक व्यक्ति मरा. ആരാ മരിച്ചേ? किसकी मृत्यु हुई? എന്താ മരിച്ചേ? कौन मरा? പക്ഷെ ആദം അവിടെ ഉണ്ട്. पर आदम वहां पर है. ആദത്തെ കുഴിച്ചിട്ടോ ദൈവം? क्या आदम को परमेश्वर ने गाड़ दिया? എന്തുകൂടി ഇല്ല. ദൈവം പറഞ്ഞു നന്മ തിന്മകളുടെ തിരിച്ചറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നാൽ നീ മരിക്കും. परमेश्वर ने उनसे कहा कि अच्छाई और भलाई को जानने के उस पेड़ के वृक्ष में से अगर तुमने फल खाया उस दिन तुम मरोगे. ഇനി ഇത് ഇവിടെ നിർത്തിക്കൊണ്ട് ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ പോവാം. इसे यहां पर रखकर मैं अगला सवाल आपसे पूछना चाहता हूं. പിശാച് പാമ്പായിട്ട് വന്നല്ലോ. शैतान जो है सर्प का रूप में आया. പാമ്പായിട്ട് വന്നിട്ട് എന്തോ ആണ് ഹവ്വയോട് പറഞ്ഞ്? सर्प के रूप में आकर उसने हव्वा से क्या कहा? ഈ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നാൽ മരിക്കത്തില്ല. इस वृक्ष के फल को अगर तुम खाओ तो तुम नहीं मरोगे. മരിക്കത്തില്ല. नहीं मरोगे. പിന്നെ ആരെ പോലാവും? तो तुम किनके जैसे बनोगे? ദൈവത്തെ പോലാവും. परमेश्वर के അപ്പൊ जैसे. രണ്ട് വാക്കുകൾ ഞാൻ ഇങ്ങോട്ട് എടുത്തു വെക്കാൻ പോവാ. दो शब्दों को मैं आपके सामने रखना चाहता हूं. ദൈവത്തിന്റെ ശബ്ദം, परमेश्वर की आवाज. ഇത് തിന്നാൽ നീ മരിക്കും. अगर तू ये खाएगा तो तू मरेगा. പാമ്പിന്റെ ശബ്ദം, सर्प का आवाज, തിന്നാൽ നീ ദൈവത്തെ പോലാവും. अगर तू ये फल खाएगा तो तू परमेश्वर के जैसे बनेगा. മരിക്കത്തില്ല. नहीं मरेगा. യുദ്ധത്തിൽ എന്താ അവിടെ നടന്നത്? और इन दोनों में से कौन सी बात वहां पर घटी? ഈസിയാ മറ്റേ പറയാൻ. बहुत മരിച്ചു, അവന്റെ തേജസ് പോയി. നമ്മൾ പറയുന്നത് അവന്റെ തേജസ് ചത്തുപോയി. हम बहुत പക്ഷെ മരിച്ചെന്താന്ന് പറയണം, ക്ലിയർ ആയിട്ട് ഒരു മരണം നടന്നിട്ടുണ്ട്. हम बहुत आसानी से कहते हैं कि കർത്താവ് പറഞ്ഞ അതിന് മാറ്റമില്ല. वहां पर एक मृत्यु हुआ है. परमेश्वर ने अगर कुछ कहा तो उसमें कोई ഇവിടെ बदलाव നോക്കുമ്പോ नहीं. പാമ്പ് പറഞ്ഞു നടന്നിട്ടുണ്ട്. जो सर्प ने कहा वो यहां पर हुआ है. പിന്നത്തേത് ദൈവം പറയുന്നുണ്ട് ഇവർ ഞങ്ങളെ പോലെ ആയിരുന്നു. क्योंकि बाद में परमेश्वर भी कहता है कि ये हमारे में से एक बन गया है. ഇത് ശ്രദ്ധിച്ചു കേൾക്കണം. ഉൽപ്പത്തി 1, 2, 3 അധ്യായങ്ങൾ അറിയാവുന്നവർക്ക് ഇത് പിടികിട്ടത്തുള്ളൂ. जो उत्पत्ति का पहला, दूसरा और तीसरा अध्याय पढ़े हैं वो ही ആ വാക്യങ്ങൾ ഒന്ന് എടുത്താൽ, വാക്യങ്ങൾ എടുത്തൊന്ന് വായിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. उन वचनों को हम यहाँ पर पढ़ेंगे. फिर അതൊന്ന് കാണിച്ചു കൊടുത്ത് ഒന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞു ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്. അത് ആദ്യം എടുക്കണം. पहला परमेश्वर ने कहा कि तुम इस वृक्ष के फल को ना खाना. 2:16 അതും വായിച്ചേ. दूसरा उत्पत्ति दूसरा अध्याय उसका 16वां आयत. और यहोवा परमेश्वर ने आदम को ये आज्ञा दी, तू वाटिका के सब वृक्षों का फल बिना खटके खा सकता है, पर भले या बुरे के ज्ञान का जो वृक्ष है उसका फल तू कभी न खाना, क्योंकि जिस दिन तू उसका फल खाएगा उसी दिन अवश्य मर जाएगा. എന്താ പറഞ്ഞേക്കുന്നത്? भले या बुरे का ज्ञान का जो वृक्ष है हाँ. उसका फल तू कभी न खाना, ആ क्योंकि जिस दिन तू उसका फल खाएगा ആ उसी दिन अवश्य मर जाएगा. ഇതിനകത്ത് മാറ്റമില്ലല്ലോ. इसमें कोई बदलावट नहीं. ഇനി പാമ്പ് പറഞ്ഞു നോക്ക്. अभी सर्प ने कहा हुआ बात को 3 अध्याय. देखेंगे. तीसरा अध्याय. तब सर्प ने स्त्री से कहा, तुम निश्चय न मरोगे, ആ वरन परमेश्वर आप जानता है कि जिस दिन
तुम उसका फल खाओगे, उसी दिन तुम्हारी आंखें खुल जाएंगी और तुम भले बुरे का ज्ञान पाकर परमेश्वर के तुल्य हो जाओगे. പരിശുദ്ധാത്മാവിനെ പോലല്ല, ദൈവത്തെ പോലെ തുല്യമാവുക. परमेश्वर के तुल्य हो जाओगे. ഈ രണ്ടും ഒക്കെ ആണല്ലോ. ये दोनों वचन हमने देखा. ഇനിയും കർത്താവ് ഇത് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. इसके बाद परमेश्वर उनसे एक बात कहता है, 3 अध्याय उसका 22वां आयत. फिर यहोवा परमेश्वर ने कहा, मनुष्य भले बुरे का ज्ञान पाकर हम में से एक के समान हो गया है, इसलिए. അപ്പൊ ഇതിന്റെ അർത്ഥം എന്തുവാ? इसका अर्थ क्या है? ദൈവം പറഞ്ഞ് നമ്മളെ പോലെ ആയെന്ന്. परमेश्वर कह रहा है कि वो हम में से एक समान हो गया. പിന്നെ എന്താ അവിടെ നടന്നത്? तो वहां पर क्या हुआ सच में? മരിക്കുമെന്ന് പറഞ്ഞു. मरेगा ऐसे कहा. പാമ്പ് പറഞ്ഞു ദൈവത്തെ പോലെ ആവുമെന്ന് പറഞ്ഞു. सर्प ने कहा कि तुम परमेश्वर के समान बनो. പിന്നെ ദൈവം പറഞ്ഞു നമ്മളിൽ ഒരാളെ പോലെ ആയെന്ന്. फिर परमेश्वर कहता है कि वो हम में से एक के समान हो गया है. പിന്നെ എന്താ സംഭവിച്ചത്? वहां पर सच में क्या हुआ है? നമുക്ക് രണ്ട് രൂപമുണ്ട്. हमारा 2 रूप है. ഒരു മൺരൂപമുണ്ട്, एक मिट्टी का रूप है, ഒരു ദൈവരൂപമുണ്ട്. परमेश्वर का रूप है. ഇനി ശ്രദ്ധിക്കണം. ध्यान से सुनना. ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നപ്പോൾ इस वृक्ष का फल जब उन्होंने खाया, നമുക്കുണ്ടായ ആദ്യ രൂപം എന്തുവാ? हमारा सबसे पहला रूप कौन सा है? ആത്മരൂപം. आत्मिक रूप. അപ്പൊ നമുക്കുണ്ടായ ആദ്യത്തെ വ്യക്തിത്വം എന്തോ? तो हमारा सबसे पहला व्यक्तित्व कौन सा है? ആത്മവ്യക്തിത്വം. आत्मिक व्यक्तित्व. ഇതങ്ങ് മരിച്ചു. ये व्यक्तित्व मर गया. കൂടെ ഇവിടെ ഉണ്ട്. वो मिट्टी का जो है वो वहां पर है, കൂടിന ശ്വാസം ഊതിയ. और उस मिट्टी के बर्तन के अंदर श्वास को എന്നിട്ട് भेजा. ദൈവം എന്താ പറഞ്ഞേ? നീ ഒരു ജീവിത പ്രാണിയായെന്ന്. फिर परमेश्वर ने उससे कहा कि मनुष्य अभी एक जीवित प्राणी बन गया. ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. ध्यान से सुनना. എന്താ പാമ്പ് പറഞ്ഞു? सर्प ने क्या कहा था? നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മൾ ആരെ പോലെ ആവും? और भलाई और बुराई को जानने के ശ്രദ്ധിച്ചു കേൾക്കുക. कैसे बनेंगे? മനുഷ്യൻ നന്മയും തിന്മയും അറിയുന്ന കാര്യത്തിൽ ആ ദൈവത്തെ പോലായി. मनुष्य जो है भलाई और बुराई को समझने के उस बात में वो परमेश्वर के समान बन गया. അതിൽ അവൻ പ്രോപ്പറായി. उस बात में उसने सही कर दिया. നന്മ എന്തുവാ തിന്മ എന്തുവാ എന്നറിയാൻ മനുഷ്യന് അറിയും. मनुष्य ആ अच्छे से കാര്യത്തിൽ ദൈവത്തെ പോലായി. मनुष्य अभी अच्छे से समझ पाता है कि भलाई क्या है, बुराई क्या है. उस विषय में वो परमेश्वर के समान बन പക്ഷേ രൂപം പോയതറിഞ്ഞില്ല. गया. पर उसका रूप चला गया, वो उसने कभी समझ नहीं पाया. ഇപ്പൊ കൂടുണ്ട്, അകത്ത് രൂപമില്ല. अभी बाहर का वो मिट्टी का कवरिंग है, पर अंदर का रूप चला गया, वो उसका समझ नहीं. ദൈവം വന്ന ദൈവത്തിന്റെ മുമ്പിൽ നട്ടലോടെ നിൽക്കാൻ കഴിയുന്ന രൂപം ഇപ്പൊ ഇല്ല. परमेश्वर अगर आए तो धैर्य के साथ उसके सामने खड़ा रहने के लिए वो रूप उसके अंदर अभी नहीं है. യേശു കർത്താവ് എന്താ പറഞ്ഞേ? यीशु प्रभु ने क्या कहा? ഞാൻ നിന്നെ ദൈവത്തിന്റെ മുമ്പിൽ ധൈര്യത്തോടെ നിർത്താൻ വന്നതാ. मैं तुम्हें परमेश्वर के सामने धैर्य के साथ खड़ा रखने के लिए आया അതാ हूं. 1 യോഹന്നാനിൽ പറയുന്നേ. पहले यूहन्ना में पहले ഒരു कहा गया കുറ്റവും है. കൂടാതെ. ശ്രദ്ധിച്ചേ, ध्यान से सुनना. ഏദനിൽ എന്നും ദൈവത്തിന്റെ സന്നിധിയിൽ നട്ടലോടെ പോയി നിന്നുകൊണ്ടിരുന്ന ആദമിന് അവന്റെ നട്ടല് പോയി കർത്താവിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ. आदम जो एदन वाटिका में हर दिन परमेश्वर के सामने पूर्ण धैर्य के साथ जो रुकता था, अभी उसके अंदर वो धैर्य ही नहीं है. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഡാൻസ് ചെയ്യുന്നറിയോ? हम यहाँ पर अभी बैठ के क्यों नाचते हैं पता है? നമ്മുടെ ധൈര്യം കൊണ്ടല്ല, क्योंकि ये हमारा धैर्य के कारण नहीं, കർത്താവ് നമുക്ക് തന്ന ധൈര്യം കൊണ്ടാ. परमेश्वर ने हमको दिया हुआ उस अधिकार के कारण है. ആദം അത് നഷ്ടപ്പെടുത്തിയെന്ന്. आदम ने वो नष्ट कर दिया.
നട്ടലോടെ നിൽക്കാൻ പറ്റുന്ന അകത്തെ രൂപം പോയി, उसको धैर्य से खड़ा करने वाला वो अंदर का रूप निकल गया, ആത്മരൂപം പോയി. आत्मिक रूप मर गया. നന്മയും തിന്മയും അറിയാൻ പറ്റുന്ന കാര്യത്തിൽ മാത്രം നട്ടലും പിടിച്ചോടെ നിൽക്കുക. अच्छाई और भलाई को परख पाए, सिर्फ उस बात के धैर्य को वो वहां पकड़ പാമ്പ് लिया. കള്ളം പറഞ്ഞില്ല, सर्प ने गलत नहीं कहा, പാമ്പ് നിന്റെ രൂപം പോകുമെന്ന് പറഞ്ഞില്ല, सर्प ने ये नहीं कहा कि तेरा रूप चला നിന്റെ जाएगा, രൂപം പോത്തില്ലെന്ന് പറഞ്ഞില്ല. ऐसा भी नहीं कहा कि तेरा रूप नहीं जाएगा. നന്മയും തിന്മയും അറിയുന്ന കാര്യത്തിൽ നീ ദൈവത്തെ പോലാവെന്ന് പറഞ്ഞു. उसने कहा कि भलाई और बुराई को जानने के विषय में तू परमेश्वर के समान बने. അതാണ് അവന്റെ ചതി. उसका धोखा उसी बात में है. നമ്മുടെ അകത്തെ രൂപം പോയത് പോകുമെന്ന് അവന് നന്നായിട്ട് അറിയാം. वो अच्छे से जानता है कि हमारे अंदर की आत्मिक रूप चली जाएगी അതിന്റെ പേരാ മരണം. और उसका नाम है मृत्यु. ഈ ശരീരം പോകുന്ന അല്ല വിഷയം, ये शरीर जाना वो नहीं है विषय, നമ്മുടെ അകത്തെ രൂപം പോകുന്നതാ വിഷയം. हमारे अंदर की आत्मिक रूप मर जाना वो है അത് बड़ी प्रमुख. പോകുമ്പോ നമ്മുടെ നട്ടല് പോവും, अगर वो मर गया तो हमारा धैर्य निकल जाएगा, നമ്മുടെ ധൈര്യം നഷ്ടപ്പെടും. हमारे अंदर से वो धैर्य नष्ट हो जाए. ആദമിനത് നഷ്ടമായി. आदम को वो नष्ट हो गया. ആദം അടുത്ത തലമുറയ്ക്ക് നട്ടലില്ലാത്തൊരു ജീവിതമാണ് കൈമാറിയത്. और आदम ने अगले पीढ़ी को बिना कोई हिम्मत के साथ जीने की एक जिंदगी उसने सौंपा अगले पीढ़ी को. സകല ശാപവും സകല ഗതികെട്ട ജീവിതവും എല്ലാം വഹിക്കുന്ന ഒരു ജീവിതമാണ് നമുക്ക് കൈമാറിയത്. सारे श्राप और सारे बुरे बातों को ले चलने का एक हिम्मत नहीं है, ऐसा जिंदगी उसने सौंपा हमको. ഇനി എൻ്റെ ചോദ്യം, अभी मेरा सवाल, ആ വ്യക്തിക്കാണ് വീണ്ടും ജനനം ആവശ്യം. वैसे व्यक्ति को फिर से मसीह में जन्म की जरूरत है. അകത്ത് ഒറിജിനൽ രൂപം നഷ്ടപ്പെട്ടു എന്ന് ബോധ്യമുള്ളവനാണ് വീണ്ടെടുപ്പ് ആവശ്യം. और एक व्यक्ति के अंदर उसका सही रूप नष्ट हो गया, वैसे व्यक्ति को मसीह में जन्म की जरूरत അപ്പൊ है. നമ്മൾ ജനിച്ചതെങ്ങനെ? तो हमारा जन्म कैसे हुआ? ഒരു നിർജീവമായ ഒരു വ്യക്തിത്വം അകത്ത് വെച്ചോണ്ടാണ് നമ്മൾ ജനിച്ചത്. तो हमारा जन्म एक निर्जीव व्यक्तित्व को अंदर रखकर हुआ था. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിത്വം നമുക്കില്ല. इसका अर्थ परमेश्वर के सामने धैर्य हिम्मत के साथ रुकने वाला एक व्यक्तित्व हमारे अंदर नहीं है. അങ്ങനെ നമ്മൾ ജനിച്ചേ. वैसा हमारा जन्म हुआ, അതാ പാപത്തിൽ ജനിക്കുക. और वही है पाप में जन्म लेना. उसका अर्थ ആർക്കും നട്ടലോടെ കർത്താവിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റത്തില്ല. कोई भी हिम्मत के साथ परमेश्वर के सामने नहीं रुक सकता. അതുകൊണ്ട് എന്ത് ചെയ്തു? उसके लिए क्या हुआ? നമ്മൾ പാപം ചെയ്യാൻ തുടങ്ങി. हम पाप करने लगे. ഏതായാലും ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. परमेश्वर के सामने तो खड़ा नहीं रुक सकते, അപ്പൊ പിന്നെ എന്തോ പിശാചിന്റെ മുമ്പിൽ നിൽക്കണം. तो क्या करे? शैतान के सामने रुकना है. അതാണ് നമ്മുടെ ജീവിതം. हमारी जिंदगी ऐसी है. ഞാൻ പറഞ്ഞ പിടികിട്ടുന്നുണ്ടോ? क्या आप समझ पा रहे हो? ഇവിടെ നമ്മൾ കുറുക്കുവഴികളാണ് കണ്ടുപിടിച്ചത്. यहाँ पर सब हमने शॉर्टकट्स को ढूंढ निकाला. ദൈവത്തിന് മുമ്പിൽ നമുക്ക് നിൽക്കണ്ട, हमको परमेश्वर के सामने नहीं പക്ഷെ खड़ा रहना है. ദൈവത്തിന്റെ നമുക്ക് വേണം. पर परमेश्वर से आने वाली बातों को हमको चाहिए. അതിന് നമ്മൾ മധ്യസ്ഥരെ വെച്ചു. और इसके लिए हमने बिचवाई के लिए लोगों को रखा. അതിന് നമ്മൾ എളുപ്പമുള്ള ആളുകളുടെ പുറകെ നടക്കാൻ തുടങ്ങി. और आसानी से मिल पाए वैसे लोगों के पीछे हम जाने लगे. കർമ്മങ്ങൾ ചെയ്തു നോക്കി, कर्म को किया, അപ്പോഴും നട്ടലോടെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ഒരാളത്വം നമ്മുടെ അകത്തുണ്ട്. तभी भी हिम्मत के साथ परमेश्वर के सामने खड़ा नहीं रह सकता. എഴുന്നേക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളത്വം, खड़ा रहने की इच्छा रखने वाला एक व्यक्ति, നിന്നെ ജയാളിയാക്കാൻ പറ്റുന്ന ഒരാളത്വം, आपको विजय बना सकता है वैसा एक व्यक्तित्व. ദൂത് വല്ലതും മനസ്സിലാവുന്നോ? क्या आप इस नबूवत की वाणी को समझ पा रहे हो?
അതിന് വീണ്ടും ജനിക്കണം. उसको फिर से जन्म लेना है ആ വ്യക്തിത്വത്തിന് വീണ്ടെടുപ്പ് വേണം. और उस व्यक्तित्व को उद्धार की जरूरत है. അതിനെ പിന്നെയും പിന്നെയും കൊല്ലാൻ നമ്മളെ ലോകം പ്രേരിപ്പിച്ചു. और फिर से उसको मार देने के लिए इस दुनिया ने हमको प्रेरित किया. പാപം ചെയ്യിപ്പിച്ചു കൊല്ലാൻ. उससे पाप करा कर उसको मार देने के അത് പൊങ്ങത്തില്ല. പാപം ചെയ്യുമ്പോ पाप करते हैं तो वो व्यक्तित्व खड़ा नहीं हो सकता. പിടികിട്ടുന്നുണ്ടോ? क्या आप समझ पा रहे हो? പിടികിട്ടുന്നില്ല നിങ്ങളെ കൈ ഉയർത്തണം. अगर आपको समझ नहीं आ ഞാൻ रहा तो പിന്നെ हाथ ക്ലിയർ उठाओ. ചെയ്തു തരാം. स्पष्ट करके समझाऊंगा. ഞാൻ മറ്റൊരു തലത്തിലോട്ടാണ് വരുന്നത്. दूसरे एक स्तर के और मैं आ അപ്പോഴേ रहा हूं. നിങ്ങൾക്ക് ഇത് പിടികിട്ടു. तभी आपको समझ जाएगा. ന്യായപ്രമാണം കൊടുത്ത അതിനാ न्याय व्यवस्था इस उद्देश्य के लिए दिया था, ഇതിനെ കൊല്ലാനല്ല, इसको मार देने के लिए नहीं, പകരം ഇതിനെ എഴുന്നേൽപ്പിക്കാൻ. इसको फिर से खड़ा कर पाए इसलिए. പകരം ന്യായപ്രമാണം കിട്ടിയവൻ എന്ത് ചെയ്തു? न्याय व्यवस्था जिसके हाथ में मिला उसने इसके बदले क्या പാപത്തിന്റെ किया? പരിജ്ഞാനം കണ്ടെത്തി ഇതിനെ കൊന്നു. पाप के ज्ञान को प्राप्त कर कर इस रूप इस व्यक्तित्व को और मार दिया. പിന്നെയും പിന്നെയും പ്രമാണങ്ങൾ കൊണ്ടുവരിച്ചു. और भी ज्यादा व्यवस्थाओं को उसने बुलवाया. ഓരോ പാപത്തിനെതിരെ പ്രമാണം കൊണ്ടുവരിച്ചു. हर एक पाप के विरोध उसने एक व्यवस्था को खड़ा അതിനകത്തൊന്നും करवाया. പുറത്തു വരാൻ ആഗ്രഹിച്ചില്ല. उसमें से वो बाहर आना नहीं चाहा. ഇത് സിമ്പിൾ ദൂതായി നിങ്ങൾ എടുക്കല്ലേ. एक साधारण वाणी के रूप में नहीं स्वीकार करना. സഭയെ നമ്മളെ പുറത്തെടുക്കുന്ന ദൂതാ ഇത്. कलीसिया हमको परमेश्वर बाहर लेने वाला एक वाणी है ये. നമുക്ക് കൈവച്ച് ദൂത് കേൾക്കുന്ന ഇഷ്ടമായി, ഡെലിവറൻസ് ഇഷ്ടമാ, അത് മാത്രമായിട്ട് പോകല്ലേ. हाथ सिर पे रख के वाणी सुनना, छुटकारा पाना ये हमको बहुत അത് पसंद है, पर उसमें നടക്കൂടെ. सीमित नहीं रहना. അത് നടന്നുകൊണ്ടേയിരിക്കും. वो यहाँ पर होते ही रहेगा. പക്ഷെ ഈ വലിയ മർമ്മം മനസ്സിലാക്കണം. पर इस बड़े रहस्य को समझना. ദൂത് പിടി കിട്ടുന്നുണ്ടല്ലോ. क्या आप समझ पा रहे हो वाणी को? ആദം ഈ മനുഷ്യനെ ജീവിപ്പിക്കാൻ ശ്രമിച്ചില്ല. आदम इस व्यक्तित्व को जीवित रखना नहीं चाहा. അടുത്ത തലമുറ ഹാനോക്ക് നോക്കി अगले पीढ़ी में हानोक ने परिश्रम किया ഇതിനെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ. ताकि इस व्यक्तित्व को खड़ा कर पाए. ദൈവം എടുത്തോണ്ടങ്ങ് പോയി. परमेश्वर उसे उठा ले गया. അടുത്ത തലമുറ നോഹ നോക്കി अगले पीढ़ी में नूहा ने ഇതിനെ ഒന്ന് परिश्रम किया. എഴുന്നേൽപ്പിക്കാൻ. इस व्यक्तित्व को खड़ा ഒരു करने के लिए പരിധി വരെ അവന് പറ്റി. एक सीमा तक वो कर पाया, പിന്നെ അവൻ തോറ്റു. पर फिर वो भी हार गया. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്ക तो आप समझिए യേശു കർത്താവ് എന്തിനാ വന്നേന്ന്. ये प्रभु यीशु यहाँ पर क्यों आए. ഈ അകത്തെ മനുഷ്യനെ പൂർണ്ണ രൂപത്തോടെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ കർത്താവിന് മനസ്സിലായി അവൻ തന്നെ വന്നേലേ പറ്റൂ. इस अंदर के व्यक्तित्व को अगर पूर्ण जीवन के साथ उठाना है तो प्रभु ने समझा कि उसे ही यहाँ आना നമ്മുടെ पड़ेगा. പിതാക്കന്മാർ അങ്ങനെ ഒരു മനുഷ്യനെ നമുക്ക് ജനിപ്പിച്ച് തരത്തില്ല. हमारे पिताए वैसे एक व्यक्तित्व को हमारे अंदर जन्म नहीं दे सकते. നമ്മൾ ജനിക്കുന്നത് മരിച്ച ഒരു വ്യക്തിത്വം വെച്ചോണ്ടാ. और हमारा जन्म इस निर्जीव व्यक्तित्व के साथ होता है. അതിന് ജീവൻ വെക്കണമെങ്കിൽ अगर उस व्यक्तित्व को जीवन ഒരു प्राप्त करना, സ്വർഗത്തിലെ ജീവൻ ഇതിനകത്ത് ഇറങ്ങണം. स्वर्ग का एक जीवन इस व्यक्तित्व के ऊपर उतरना. ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായോ? क्या आप वाणी को समझ पा रहे हो? സ്വർഗത്തിലെ ജീവൻ ഇതിനകത്ത് ഇറങ്ങണം. स्वर्ग का जीवन इस व्यक्ति पर उतरना है. അതിനുവേണ്ടി ആ കർത്താവ് ജീവൻ തന്ന് और इसलिए प्रभु ने अपने जीवन को दिया. കർത്താവിന്റെ ജീവൻ ഇതിനകത്ത് ഇറങ്ങിയാൽ प्रभु का जीवन अगर इस व्यक्तित्व पर അതിന് उतरे, ജീവൻ വെക്കാൻ തുടങ്ങും. वो व्यक्तित्व जीवन को प्राप्त അതിന്റെ करेगा. പേരാ വീണ്ടും ജനനം. और उसका नाम है मसीह में जन्म लेना. നമ്മളെ യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചുകൊണ്ട് മാത്രമായില്ല, हम यीशु को प्रभु पुकारे सिर्फ उतना काफी नहीं. നിന്നെ അവന് കൊടുത്തേ പറ്റൂ. आप अपने आप को उस प्रभु के सामने നിന്നെ सौंपना है. അവന് കൈമാറിയേ പറ്റൂ. आप अपने आप को परमेश्वर के हाथों में सौंप दे. എത്ര പേർക്ക് ദൂത് മനസ്സിലാവുന്നുണ്ട്? कितने लोग इस वाणी को समझ पा रहे हैं? ഒരുത്തൻ കർത്താവിന് അവനെ പൂർണ്ണമായി കൈമാറിയ
एक व्यक्ति अपने आप को परमेश्वर के हाथ में पूर्ण रूप से अगर അവനെ सौंप दे, കാണുമ്പോഴേ കർത്താവ് പറഞ്ഞു ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ പറ പറ അവൻ പുതിയ സൃഷ്ടി. അടുത്ത വാചകം പറ. അത്രയും നമുക്ക് എല്ലാവർക്കും നല്ലതായിട്ട് അറിയാം. പഴയതെല്ലാം കഴിഞ്ഞു. എന്താ 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 എനിക്ക് അതാ കേക്കണ്ടേ. ഹിന്ദിയിൽ എങ്ങനാ ആ വാക്യം എടുത്ത് ഒരുവൻ ക്രിസ്തുവിലായാൽ. सेकंड कोरिन्थियंस എല്ലാരും ഒന്ന് നോക്കി വായിച്ചേ ഇതിലോട്. दूसरी कोरिन्थियों 5वां अध्याय 17वां आयत, इसलिए यदि कोई मसीह में है तो वह नई सृष्टि है, पुरानी बातें बीत गई है, देखो सब बातें नई हो गई है. എല്ലാം എന്തായി? नई हो गई है. പഴയത് പോയിട്ട് അവിടെ എല്ലാം പുതിയതായിരുന്നു. आमीन. पुरानी बातें बीत गई और सब नई बातें हो गई है. പഴയതെന്തുവാ? पुरानी बातें क्या है? ചത്ത ഒരു വ്യക്തിത്വം एक निर्जीव व्यक्तित्व, അതങ്ങ് പോയി. वो व्यक्तित्व बीत गया, അത് ജീവൻ വെച്ചു. उसने जीवन को प्राप्त ആ कर लिया. പഴയ ഇടത്ത് ഇപ്പൊ ചത്തതില്ല. अभी पहले उस निर्जीव जगह पर ये निर्जीव व्यक्तित्व नहीं है, അവിടെ ഇപ്പൊ ഒരു പുതിയതാ. वहां पर एक नया व्यक्तित्व है. എത്ര പേർക്ക് മനസ്സിലാവുന്നു? कितने लोग ये समझ पा रहे हैं? അപ്പൊ എന്റെ ചോദ്യം, मेरा सवाल, ഇവിടെ വരണ്ട ആ വ്യക്തിത്വം എങ്ങനെ ഇരിക്കും? इसके अंदर आने का वो जो व्यक्तित्व हो वो कैसे दिखता है? പറ. बताइए. ഇപ്പൊ അകത്ത് വന്നിരിക്കുന്ന ആ ആളത്വത്തിന്റെ രൂപം എന്തുവാ? तो हमारे अंदर आया उस व्यक्तित्व का रूप क्या है? अभी പറ പറ. परमेश्वर का ദൈവത്തിന്റെ रूप, രൂപം. ദൈവത്തിന്റെ സാക്ഷാ രൂപം എന്തുവാ? परमेश्वर का वास्तविक स्वरूप कौन है? ആരാ? കർത്താവായ യേശു ക്രിസ്തു. പ്രഭു യേശു അപ്പൊ നമ്മുടെ അകത്ത് ആരുടെ രൂപമായി? तो हमारे अंदर किसका स्वरूप आया? रूप आया. അപ്പൊ എന്റെ ചോദ്യം तो मेरा सवाल, ശ്രദ്ധിച്ചു കേൾക്കണം. ജോമോന്റെ അകത്ത് ഏത് രൂപ? जोमोन के अंदर कौन सा रूप है? പറ. യേശുവിന്റെ. यीशु का रूप आया. പാസ്റ്റർ ജിതിന്റെ അകത്ത് ഏത് രൂപ? पास्टर जितिन के अंदर किसका रूप है? പറ. यीशु का रूप. പാസ്റ്റർ ഓൾവിന്റെ അകത്ത് ഏത് രൂപ? पास्टर ऑल्विन के अंदर किसका रूप है? ഈ മൂന്ന് പേര് എന്താ മൂന്ന് സ്വഭാവം കാണിക്കുന്നത്? ये तीनों लोग तीन स्वभाव को क्यों दर्शा रहे हैं? फिर മൂന്ന് പേരുടെ അകത്തും ആരാ? तीनों के अंदर कौन है? പറ. यीशु मसीह. യേശു. यीशु है. മൂന്ന് സ്വഭാവം കാണിക്കുന്നത് എന്താ? पर तीनों भी तीन स्वभाव के रीति को क्यों दिखाते हैं? ഇതാണ് നമ്മുടെ ദൂത്. यहाँ पर है हमारी वाणी. എന്റെ അർത്ഥം എന്താണെന്നറിയോ? उसका अर्थ क्या है? അകത്തു വന്ന ദൈവരൂപം. हमारे अंदर आया वो परमेश्वर का रूप. ശ്രദ്ധിച്ചു കേൾക്കണം. ध्यान से सुनना. ഞാനാണ് വീണ്ടും ജന്മം പ്രാപിക്കുന്നത്. मैं उद्धार पाता हूं. ശ്രദ്ധിച്ചു കേൾക്കണം. ध्यान से सुनना. ഞാൻ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോ मैं जब मसीह में फिर से जन्म लेता हूं, ഞാൻ എന്തിനൊക്കെ കർത്താവിനെ അംഗീകരിക്കുന്നു അത്രയും മേഖലയിലെ കർത്താവിന്റെ രൂപം വരുന്നുള്ളൂ. जो भी विषयों में, जो भी विषय के लिए मैं परमेश्वर का स्वीकार करता हूं, सिर्फ उसी विषयों में, उसी बातों में परमेश्वर का स्वरूप ഞാൻ आता है. എത്ര പോർഷൻ കർത്താവിന് കൊടുത്തോ അത്രയും പോർഷനിലെ കർത്താവിന്റെ രൂപം വരൂ. मैंने मेरे कितने हिस्से को परमेश्वर के उस उद्धार के लिए प्राप्त किया है, वो वहां पर ही वो स्वरूप दिखाई देगा. ഇവിടെ എന്താ എഴുതിയേക്കുന്ന വാക്യം പറ. वचन में क्या लिखा है हम देखेंगे. इसलिए यदि कोई मसीह में है तो वह नई सृष्टि है, അടുത്തത് पुरानी बातें बीत गई है. പുരാതന പഴയത് बीत गई. കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞ പഴയത് ഓരോന്ന് നീ എടുത്ത് കളയുമ്പോഴാണ് അവിടോട്ട് പുതിയ രൂപമായ ക്രിസ്തുവിന്റെ രൂപം വരുന്നത്. आमेन. उसका मतलब पुराने रूप में जो भी बातें हैं, जब आप उसे परमेश्वर के हाथ में सौंप के हटाते हैं, उस जगह पर परमेश्वर यीशु मसीह का स्वरूप उसके अंदर आएगा. എന്റെ ദേഷ്യം കളഞ്ഞില്ലെങ്കിൽ അവിടെ ക്രിസ്തു ഇരിക്കത്തില്ല. अगर मैं मेरे गुस्से को नहीं हटाऊं तो मसीह वहां पर निवास नहीं करेगा. എന്റെ പഴയ സ്വഭാവങ്ങൾ പലതും ഞാൻ കളഞ്ഞില്ലെങ്കിൽ അത് അവിടെ ഇരിക്കും. പഴയതിരിക്കും. तो നീ പുതുതാകത്തില്ല. तो अगर मैं मेरे पुराने स्वभावों को हटाऊं അടുത്ത नहीं, നോക്ക് वो वहां पर അവിടെ रहेगा. വാക്ക്
പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതിയതായിരിക്കുന്നു. पुरानी बातें बीत गई है, देखो सब बातें नहीं हो गई है. നീ കളയുന്ന പഴയതാണ് പുതുതാവേണ്ടത്. आप जो पुराने बातों का तिरस्कार करते हो उसे वहां पर नहीं होनी है. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? तो पहला बात क्या है? ക്രിസ്തുവിൽ ആയാൽ. मसीह में हो तो അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? अर्थ क्या है? ഈ പഴയതിന്റെ സ്ഥാനം മൊത്തമേ ക്രിസ്തു ഏറ്റെടുത്താൽ, पुरानी बातों का पूरा स्थान अगर मसीह को दिया जाए, वाह, അല്ലാതെ നീ പുതുതാകത്തില്ല. उसके अलावा आप कभी नहीं सृष्टि नहीं പകുതി പഴയതും പകുതി പുതിയതുമായിരിക്കും. आप आधा पुराने बातों के साथ भरे रहोगे और फिर आधा नया सृष्टि रहेगा. നമുക്കിന്ന് തുള്ളാൻ പറ്റുന്ന അലറാൻ പറ്റുന്ന ദൂതല്ലേ? नाचने या चिल्लाने की वाणी नहीं आ रही है. ഒന്നും നന്നാകണം. थोड़ा अच्छा बनना है. GRH നന്നാകാതെ കൂടെ പോകണ്ട. GRH जो है सही नहीं हो ऐसे रीति में नहीं बढ़ना है. ദൈവരാജ്യം കേൾക്കണോ? परमेश्वर के राज्य के അതിന്റെ बारे में सुनना ഫസ്റ്റ് है. ബേസ് ആയിട്ടേക്കുന്നത്. उसका नींव है ये बात. ദൈവരാജ്യത്തിന്റെ ഭരണാധികാരി ക്രിസ്തുവാ. परमेश्वर के राज्य का अधिकारी मसीह है. പക്ഷെ ക്രിസ്തുവിന് നിന്നെ ഭരിക്കണമെങ്കിൽ अगर मसीह को आपके ऊपर प्रभुता നിന്റെ रखना, അകത്ത് ക്രിസ്തു പൂർണ്ണമായിട്ട് വേണം. आपके अंदर मसीह पूर्णता में होना चाहिए. പിടികിട്ടി നിങ്ങൾക്ക്? क्या आप समझ पाए? നമ്മൾ കുറച്ച് പഴയതില്ലേ? हमारे अंदर अभी भी पुरानी स्वभाव है. ആരും പരീക്ഷനാകല്ലേ. कोई भी फरीसी नहीं എന്നെ बनना. തന്നെ എടുത്തു വെച്ചോണ്ടാ ഞാൻ ഈ പറയുന്നത്. मैं अपने आप को आपके सामने रखकर कह रहा हूं, നമ്മൾ കുറച്ച് പഴയതില്ലേ? हमारे अंदर पुरानी स्वभाव है. പിന്നെ अभी भी. ക്രിസ്തു ഉണ്ടെന്ന് പറയുന്ന ഈ കളത്തരല്ലേ? तो मसीह हमारे अंदर है ये कहना गलत झूठी बात हो गई. പൂർണ്ണമായിട്ട് ക്രിസ്തു ഇല്ല. वो मसीह पूर्णता में नहीं है ഒന്ന് हमारे अंदर. സമ്മതിക്കണം. जरा ये बात को अंगीकार कीजिए. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. एक बार सौंपिए. ഇന്നതാ പൊളിയണ്ട. आज वो बात टूटना. എന്റെ അകത്ത് പൂർണ്ണമായിട്ട് ക്രിസ്തു ഇല്ല. मेरे अंदर मसीह पूर्णता में नहीं അത് है. സമ്മതിക്കാൻ എത്ര പേർക്ക് കഴിയും? वो अंगीकार करने के लिए कितने लोग तैयार हैं? ആ മേഖലകളൊന്ന് പൊളിയണം. वो सारे स्तर आज टूटना है. ഇതിനകത്ത് ചിലരുടെ അകത്തൊക്കെ ക്രിസ്തു പൂർണ്ണമായിട്ട് ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ കൈ പൊങ്ങിയില്ല. कुछ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു. मुझे लगता है എന്റെ അകത്ത് मेरे अंदर ക്രിസ്തു പൂർണ്ണമായിട്ട് വരാനുണ്ട്. मसीह पूर्णता में आने പഴയത് के लिए और ചില भी है. ഇരിപ്പുണ്ട്. पुरानी बातें मेरे अंदर है अभी भी. ഇത് കർത്താവിനോട് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അവിടെ മാറത്തില്ല. प्रभु से अगर आप नहीं कहोगे तो वो वहां से नहीं हटेगी. ഇന്ന് വീണ്ടും ജനം ഒന്ന് റീസ്റ്റോർ ആവുക. आपका मसीह का जन्म आज फिर से നമ്മുടെ पुनर्स्थापित होगा. രക്ഷയുടെ സന്തോഷം ഒന്നുകൂടെ ഒന്ന് പുതുക്കപ്പെടുക. हमारे उद्धार का आनंद और आज फिर से नयापन आ रहा है. കൈപൊക്കിയ മാത്രം പോരാ. हाथ उठाना काफी नहीं. കർത്താവിനോട് പറയണം, परमेश्वर ആ से आप പഴയത് कहिए, വേണ്ട, वो पुरानी बातें नहीं ആ चाहिए. പഴയത് വേണ്ട. वो पुरानी बातें नहीं चाहिए. ആത്മാവിന് കയറി വരാൻ, आत्मा अंदर आप पाए. ആത്മാവിന് പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാൻ, आत्मा पूर्णता से कार्य करता है. ദൈവരൂപത്തിന് പൂർണ്ണമായിട്ട് ഇരിക്കാൻ परमेश्वर का रूप पूर्णता में विराजमान हो എന്റെ पाए. അകത്ത് ആ ദൈവം വെച്ച ദൈവരൂപം, मेरे अंदर परमेश्वर ने रखा हुआ अपना स्वरूप, സന്തോഷം എന്ന ദൈവരൂപം. संतोष नामक वो परमेश्वर का रूप. നമ്മുടെ പേരൊന്ന് പറഞ്ഞാട്ടെ. अपना नाम लेकर कहिए. സന്തോഷിന് ദൈവം ഇട്ട ദൈവരൂപം और जितिन को रखा हुआ परमेश्वर ने जो रूप रखा അത് है പൂർണ്ണമായിട്ട് വരണം. वो पूर्णता അതുകൊണ്ട് में आना പഴയത് है. ഞാൻ വിട്ടു തരുന്നു. इसके लिए पुराने बातों को मैं പഴയത് ഞാൻ सौंपता വിട്ടു हूं. തരുന്നു. पुराने बातों को പഴയത് सौंपता हूं. വേണ്ട. पुराना नहीं चाहिए. ഞാൻ ക്രിസ്തുവാണെന്ന് അറിയട്ടെ. मैं मसीह हूं ये जान ले. എന്നിൽ ക്രിസ്തു ഉണ്ടെന്ന് അറിയട്ടെ. मेरे अंदर मसीह है ये जान എന്നെ ले. കാണുന്നവൻ ക്രിസ്തുവിനെ കാണട്ടെ. जो मुझे देखते हैं वो मसीह को देखे. ദൈവരൂപം എന്നിലുണ്ടെന്ന്. मेरे अंदर परमेश्वर का स्वरूप है. शिवाला ശബദല ഘടക സന്തുരാതകൽ പ്രൗഢ അടകതന പ്രൗഢ ബാബ അവിടോട്ടാ ദൈവം ശക്തി അയക്കുന്നത്. और उस भाग में परमेश्वर ആ सामर्थ्य भेजता है. ദൈവരൂപമുള്ളവന്റെ മേലെ ശക്തി, उस परमेश्वर के स्वरूप के ऊपर അവന്റെ सामर्थ्य മേലെ आता है. അധികാരം. और उसके ऊपर अधिकार आता അവൻ है. പറയുമ്പോൾ जब वो कहता है ഈ അവയവങ്ങൾ കേൾക്കൂ. ये अवयव को सुनना पड़ेगा.
मालखाता राबा। അവൻ നിന്റെ അകത്ത് വസിക്കുന്നെങ്കിൽ अगर वो आपके अंदर विराजमान है, രോഗത്തിന് നിന്റെ മേൽ വസിക്കാൻ പറ്റത്തില്ല. रोग तेरे अंदर विराज नहीं कर ഓ सकता, സംഘർഷങ്ങൾക്ക് നിന്റെ അകത്ത് വസിക്കാൻ പറ്റത്തില്ല. और तेरे अंदर संघर्षों को विराजमान होने की अनुमति മാനസിക नहीं। പിരിമുറുക്കങ്ങൾക്ക് നിന്റെ അകത്ത് വസിക്കാനൊക്കത്തില്ല. मानसिक पीड़ाओं को आपके अंदर विराजमान होने की ഇന്ന് अनुमति പകൽ അത് नहीं। അറസ്റ്റ് ചെയ്യപ്പെടുക. आज सुबह उसे गिरफ्तार करते हैं। നിന്റെ മേലുള്ള ദൈവരൂപം आपके अंदर जो परमेश्वर का स्वरूप है, പഴയതിനെ പുറത്താക്കി पुराने बातों को बाहर करके പുതിയതിനു വേണ്ടി, नए बातों के ആ लिए, പുതിയ രൂപത്തിനു വേണ്ടി, उस नए रूप ആ के लिए, പുതിയ രാജ്യത്തിനു വേണ്ടി, उस नए राज्य के लिए। അട്ടകത്തന പ്രൗഢ ബാബാ रामबदराजिया അട്ടകത്തന പ്രൗഢ ബാബാ അസ്മനാദിയാദന. യെസ് 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 ഉദിലെ അമ്മ ഹസ്ബന शादाला जादार ഓ ഡാരാ ബാബാ. നിന്നിൽ നിന്ന് ശക്തൻ, നിന്നിൽ നിന്ന് ശക്തൻ, आपके अंदर से वो सामर्थ्य, യഥാർത്ഥ ഒരാളത്വം, सच्चा एक व्यक्तित्व, ഓ മരിച്ചിരുന്ന ഒരാളത്വം, वो व्यक्तित्व जो मर गया था, ചലിക്കാതിരുന്ന ഒരാളത്വം, वो व्यक्तित्व जो कार्य नहीं कर पाता, സദകുടഞ്ഞ് എഴുന്നേൽക്കുകയാ. बहुत जल्द ही वो खड़ा हो रहा है। നിന്നെ ശക്തനാക്കുന്ന, आपको सामर्थ्य बनाने वाला, നിന്നെ നിയോഗമുള്ളവനാക്കുന്ന, आपको नियुक्तपन के अंदर നിന്നെ लाने वाला, അഭിഷക്തനാക്കുന്ന, आपको अभिषक्त बनाने നിന്നെ वाला, വിളിയുള്ളവനാക്കുന്ന, बुलावट वाला बनाने वाला, ഓ രക്തവ്യം നിന്നെ യഥാർത്ഥ ദൈവത്തിന്റെ രൂപമാക്കുന്ന, आपको परमेश्वर का सही रूप में लाने वाला। रमबना रमदला मर्दला रमदला रमदल ശിഖതര പ്രൗഢ ബാബാ. ആ ആ ആ ആ ആ പഴയ രൂപം ഇനി വേണ്ട, पुराना रूप हमको नहीं പഴയത് चाहिए, ഇനി വേണ്ട, पुराना नहीं चाहिए, പഴയത് വേണ്ട, पुराना नहीं चाहिए, പഴയത് വേണ്ട, पुराना नहीं चाहिए। പിശാചിന്റെ ചരക്ക് വേണ്ട, शैतान का कोई प्रोडक्ट का जरूरत नहीं, പിശാചിന്റെ ചരക്ക് വേണ്ട, शैतान के उस चीज की जरूरत नहीं है, പിശാചിന്റെ ചരക്ക് വേണ്ട. शैतान की उस वस्तु की जरूरत नहीं है। പറഞ്ഞാട്ട് बोलिए अपने मुंह से, നിങ്ങൾ വാ തുറന്ന് പറ, अपने मुंह खोल कर कहिए, പിശാചിന്റെ ഓ ചരക്ക് വേണ്ട, शैतान का वो वस्तु मेरे अंदर नहीं चाहिए, പിശാചിന്റെ കള്ളങ്ങൾ വേണ്ട, शैतान की झूठ जरूरत नहीं है, പിശാചിന്റെ ഓ കള്ള ആളത്വം വേണ്ട. शैतान का झूठा व्यक्तित्व नहीं चाहिए। പ്രൗഢ ബാബാ ബാബാ അതാ ബാബാ 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 ശബ രഗ രഗ അതാ രഗ രഗ യെസ് 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 യാ ദൈവത്തിന്റെ പുതിയത്, परमेश्वर का नया, ദൈവത്തിന്റെ പുതിയത്, परमेश्वर का नया स्वरूप, പരിശുദ്ധാത്മാവിന്റെ പുതിയത്. पवित्र आत्मा का नया स्वरूप। ആഹാ ആ ഓ ഡോ റോ ബോ പകരട്ടെ പകരട്ടെ പകരട്ടെ. अपने मुंह से कहिए, പുതിയ ശക്തി, मुंह से कहिए, पुदिया नया कृपा, सामर्थ्य, नई कृपा, പുതിയ ബലം, नया बल, പുതിയ ആരോഗ്യം. नया आरोग्य। लबरा थरा പ്രൗഢ सदा ബാബാ ബാബാ लंगरा ശബന ധന ഹടകസിയ. യെസ് 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 പുതിയത് नया പുതിയത് नया ആത്മാവ് പുതുക്കുകയോ, हो, अंदर की आत्मा नया पर പരിശുദ്ധാത്മാവ് പുതുക്കുകയോ, आत्मा आपके अंदर नया പഴയതിനെ പുറത്താക്കുകയോ. और पुराने को बाहर निकाल रही है। शादाला सांदाला बाबा शेखे तेरे ಶಬನ ಧನ ಘಟಕ ಸಾಂಧುರ ದಗಲ್ ಅಟಗದನ ಪ್ರೌಢ ಬಾಬಾ ಶಬನ ದಲ ಘಟಕ ಸಾಂಧುರಾದಿ ಅಡೂರ ದಗಲ್ ಪ್ರೌಢ ಬಾಬಾ. ಆ ಹಾ ಹಾ ಆ ಹಾ
ഒരു പുതിയ ശക്തി ഇറങ്ങട്ടെ, एक नया सामर्थ्य ഒരു उतरे, പുതിയ ആത്മബലം ഇറങ്ങട്ടെ. एक नया आत्मा का सामर्थ्य उतरे, സകലതും പുതുതാക്കുന്ന, सब कुछ नया करने वाला. ഇതാ സകലതും പുതുതാകുന്നു. देखो सब नया हो रहा है, പഴയത് കഴിഞ്ഞുപോയി, पुरानी बातें बीत गई. എല്ലാം പുതിയതാകുന്നു. देखो यहाँ पर नया कार्य हो പഴയത് रहा है, കഴിഞ്ഞുപോയി. पुरानी बीत गई. ഓ യശയാവ് ഇതാ പ്രവചിച്ച്, यशायाह ने यही नबूवत किया, ഇതാ സകലതും പുതുതാകുന്നു. सब कुछ यहाँ नया हो रहा പഴയത് है, കഴിഞ്ഞുപോയി. पुराना चला गया. അതാ ധന പ്രൗഢമേ ശമനതലകട ഹരേരേരി ഉദിയാസന പ്രൗഢമാരക തുരി ജൂഡ പ്രൗഢമേരക തുരി അടേ രഗതനെ ഹടകസേ ശാർദനാ ദിയാന പ്രൗഢമാ പരിശുദ്ധാത്മാവേ നന്ദി, पवित्र आत्मा धन्यवाद, പരിശുദ്ധാത്മാവേ നന്ദി, पवित्र आत्मा धन्यवाद. പുതുക്കുന്നതിന് നന്ദി, आप नया कर रहे हो इसके लिए धन्यवाद. നിങ്ങളെ പുതുതാക്കുന്നതിന് നന്ദി. आप नया कर रहे हो इसके लिए പഴയത് धन्यवाद. വേണ്ട, पुराना नहीं चाहिए प्रभु. പിശാചിന്റെ ചരക്ക് വേണ്ട, शैतान का वस्तु नहीं चाहिए, പിശാചിന്റെ ചരക്ക് വേണ്ട, शैतान का वस्तु नहीं चाहिए, പിശാചിന്റെ കള്ളത്തരം വേണ്ട. शैतान की झूठे नहीं चाहिए. शांताला हस्तला दिया जेखे रिबाल खमन गडगसिया सूखे तेरे बेसिया शिखा रमाना हस्ता लबरा. പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. प्रार्थना कीजिए. ओ जांदाराबा साकादाराबना सांदल ഇവിടുന്ന് പുതുതാകാതെ പോകരുത്. यहाँ आज नए हुए बिना यहाँ से लौट പുതുതാക്കാൻ नहीं ഒരു जाना. ആത്മമണ്ഡലം ഇറങ്ങിയിട്ടുണ്ട്. आपको नया करने के लिए एक आत्मिक स्तर उतरा है. നിന്റെ അകത്ത് പൂർണ്ണ ക്രിസ്തുവിന്റെ രൂപം വരട്ടെ. आपके अंदर मसीह का वो पूर्ण रूप आए, കർത്താവിന്റെ പൂർണ്ണ രൂപം. परमेश्वर का पूर्ण रूप. കർത്താകത്തുണ്ടെന്ന് പറഞ്ഞ് എങ്ങനെങ്കിലും ഒരു ജീവിതമല്ല, परमेश्वर अंदर है ऐसे ही कुछ कहकर जीने वाली जिंदगी. കർത്താകത്തുണ്ടെന്നുള്ള പൂർണ്ണ ധൈര്യത്തോട് परमेश्वर अंदर है उस पूर्ण धैर्य के साथ. ദൈവരൂപം എന്റെ അകത്തുണ്ടെന്ന്, परमेश्वर का रूप मेरे अंदर है, ഞാൻ ദൈവരൂപം വഹിക്കുന്ന ഒരു മൺകൂടാരമാണെന്ന്, मैं परमेश्वर का रूप ले चलने वाला मिट्टी का बर्तन ദൈവത്തിന്റെ हूं. അത്യന്ത ശക്തിക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു മൺകൂടാരമാണെന്ന്. परमेश्वर का अत्यंत सामर्थ विराजमान होने वाला एक मिट्टी का बर्तन हूं मैं. ഓ മൈറ്റി ജീസസ്, ഉറപ്പായിട്ട് ഇവിടുന്ന് പോകാവൂ. उस धैर्य के साथ ही आ ആ ഒരു सकता. പുതുക്കത്തിന്റെ ആത്മാവ് ഇവിടെ ഉണ്ട്. उस नएपन की आत्मा यहाँ पर है. നിന്നെ പുതുക്കുന്ന ഒരു ആത്മാവ്, आपको नया करने वाली നിന്നെ आत्मा, നിറയ്ക്കുന്ന ഒരു ആത്മാവ്, भरने वाली आत्मा, നിന്നെ ആത്മശക്തി കൊണ്ട് നിറയ്ക്കുന്ന, आत्मा के सामर्थ के साथ आपको ആത്മാവിന്റെ भरने वाला, പുതുബലം കൊണ്ട് നിറയ്ക്കുന്ന आत्मा के नए बल से ഒരു भरने वाला ആത്മമണ്ഡലം ഇവിടെ ഉണ്ട്. एक आत्मिक स्तर यहाँ पर നീ है. പ്രാർത്ഥിച്ചു തുടങ്ങ. आप प्रार्थना करके शुरुआत പുതിയ करें. ഭാഷകളിലേക്ക്, हाँ, नए भाषियों के अंदर പുതിയ ഭാഷകൾ നിന്റെ അതിരത്തിൽ, आपके जुबान में नई പുതിയ भाषाएं, ഭാഷകൾ നിന്റെ അതിരത്തിൽ, आपके जुबान में नई നിന്റെ भाषाएं, ശരീരത്തിൽ പുതിയ ബലം. आपके शरीर में नया बल. ഓ ദാ ബാ 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 ബാ. അസ്വനാദിയാദന അദാദല പ്രൗഢമാ ബാബ. ഉദര ബാ 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 ബാ. ശബരദല ഘടക സാന്തുരി അഡുരദല ഘടക സാന്ദര. പുതിയത് മാത്രം ജീവിക്കുക. അവസരങ്ങൾ നോക്കി പൊങ്ങി വരും. വൈശ സാന്തുരാദകൽ പ്രൗഢ. വേണ്ട വേണ്ട മതി, ആ ജീവിതം മടുത്തു. ദൈവസഭയിൽ നമുക്കൊരു വാക്കിൽ ഹാ, ശബാദ്. ദൈവത്തോട് ഉള്ളു തുറന്ന് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിക്കാം. कलीसिया, क्या हम एक क्षण मन को खोलकर प्रभु से बात कर सकते हैं, प्रार्थना कर सकते हैं? പഴയത് പലതും എന്നിൽ ഇരിപ്പുണ്ട്. पुरानी बातें अभी भी मेरे अंदर है प्रभु. ഞാൻ ഇന്നു അത് മുഴുവനും നിന്റെ കാൽ ചോട്ടി വെക്കാൻ ആഗ്രഹിക്കുന്നു. आज वो सभी पुराने बातों को आपके चरणों पर रखने के लिए मैं तैयार हूं. അപ്പ ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ ഞാൻ പ്രതികരിച്ചത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്നിൽ പഴയതുണ്ടെന്ന്.
प्रभु कुछ परिस्थितियां जब आई, उसमें मेरा जो प्रतिक्रिया था उसे देखकर मुझे समझ में आया कि पुरानी बातें अभी भी मेरे अंदर है। ഞാൻ പലരോടും ഇടപഴകുന്ന കൂട്ടത്തിൽ എനിക്ക് മനസ്സിലാകുന്നു എനിക്ക് പഴയതുണ്ടെന്ന്. बहुत लोगों से जब मेरा बातचीत किया, उनके साथ मिलाप होता है, मुझे समझ में आया कि मेरे अंदर वो पुरानी बातें है अभी भी। തുറന്ന് പറഞ്ഞാട്ടിന്ന് आज खुलकर कहिए, ക്രിസ്തുവിന്റെ രൂപം പൂർണ്ണമായി നിന്നിലുണ്ടെങ്കിൽ സാത്താന് നിന്നെ കണ്ടാൽ നിൽക്കാൻ പറ്റത്തില്ല. मसीह का रूप आपके अंदर अगर पूर्णता में है तो शैतान आपके खिलाफ खड़ा नहीं रुक सकता। വെല്ലുവിളികൾക്ക് നിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. चेतावनी आपके सामने नहीं रुक सकता। പൗലോസിനെ കണ്ടപ്പോ എന്താ പിശാച് പറഞ്ഞു? पौलुस को देखकर शैतान ने क्या कहा? ക്രിസ്തുവിനെ ഞങ്ങൾക്കറിയാം, हम मसीह को जानते हैं, പൗലോസിനെ ഞങ്ങൾക്കറിയാം. हम पौलुस को भी जानते हैं। ഇപ്പൊ ക്രിസ്തുവിന്റെ പൂർണ്ണ രൂപം നിന്റെ അകത്തുണ്ടെങ്കിൽ ഇവിടുത്തെ സാത്താന്യ മണ്ഡലങ്ങൾക്ക് മുഴുവൻ അറിവ് കിട്ടും, ओह, നീ ക്രിസ്തു ഉള്ളവനാ. मसीह का पूर्ण रूप अगर आपके अंदर है तो इस देश के शैतान स्तर को समझ जाएंगे कि आपके अंदर वो परमेश्वर का स्वरूप और आप यहाँ पर हैं। ആ ഏരിയ നമുക്കുള്ളതല്ലെന്ന് അവർ പറയും. हाँ, वो कहेंगे कि ये क्षेत्र हमारे लिए नहीं है। അപ്പ നമ്മുടെ സഭയെ കൊണ്ട് ഇതായിരിക്കണം സാക്ഷ്യം. और परमेश्वर हमारे कलीसिया के प्रति इस गवाही को कहे। നിങ്ങൾ എവിടെ പാർക്കുന്നോ അവിടുത്തെ സാത്താന്യ മണ്ഡലങ്ങൾ പറയണം ആ ഏരിയ യേശുവിനെ ചുമക്കുന്നവൻ്റെയാ. आप जहां पर रहते हो उस एरिया में शैतान के मंडल कहे कि उस एरिया में परमेश्वर का स्वरूप ले चलने वाला एक व्यक्ति है। നീ ജോലിക്ക് ചെല്ലുമ്പോൾ ഹാമാന്യ മണ്ഡലങ്ങൾ സാത്താന്യ മണ്ഡലങ്ങൾ പറയണം അതൊരു സ്പെഷ്യൽ സോണാ, തൊടാൻ പറ്റത്തില്ല. जब आप आपके काम के जॉब के जगहों पर जाए, हामान के स्तर शैतान के स्तर कहे कि उस एरिया को हम छू नहीं सकते, ആ പൊസിഷനെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. उस पोजीशन को हम कुछ नहीं कर सकते, ആ ഷോപ്പിനെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. उस दुकान को उस शॉप को हम कुछ नहीं कर सकते हैं। ക്ലാസ് റൂമിലെ ആ ബെഞ്ച് ആ സ്പോട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. क्लासरूम में आप जिस जगह पर बैठते हो വിശ്വസിക്കുന്നോ? उस स्पॉट को कुछ नहीं कर Yes. सकते, ऐसा कहो। ഹോസ്പിറ്റലിൽ ആ ഏരിയ പറ്റത്തില്ല. हॉस्पिटल में वो आपका जो एरिया है उधर कुछ नहीं कर सकते। നമ്മുടെ വീട് നിൽക്കുന്നുണ്ട് ആ ഏരിയ ഒക്കത്തില്ല. हमारा घर जहां पर है वो एरिया में कुछ नहीं कर सकते। യാദൃച്ഛികമായി നമ്മൾ അവിടെ അങ്ങ് പാർക്കുമല്ല, ദൈവം നമ്മളെ അവിടെ സ്ഥാപിച്ചതാ. हम ऐसे ही वहां पर जाकर नहीं रह रहे, परमेश्वर ने उद्देश्य के साथ हमें स्थापित किया है। ഓഹ്, ദൈവം ഓരോരുത്തരോട് ഇടപെടുകയാണല്ലോ. परमेश्वर व्यक्तियों से यहाँ पर बातें कर रहा है। ചില ജോലി സ്ഥലത്തെ ടെൻഷൻ ദൈവം ഈ പകൽ വെട്ടിമാറ്റുക. कुछ लोगों के जॉब के जगह के जो चिंताएं है, टेंशन है, परमेश्वर उसे काट के फेंक रहा है। അവിടെ ഒരു ബൗണ്ടറി വരയ്ക്കുന്നു ദൈവം. परमेश्वर एक क्षेत्र बांध रहा है। എന്നിട്ട് ദൈവം പറയുന്നു परमेश्वर कहता है ഇത് കർത്താവിനെ ചുമക്കുന്നവൾ ഇരിക്കുന്നടോ. परमेश्वर को ले चलने वाली व्यक्ति यहाँ पर बैठती है। അത് ഞങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ അല്ല. और वो शैतान के मंडल कहे कि हम यहाँ पर अटैक नहीं कर सकते। സംഭവിക്കുന്നു അത് वो यहाँ पर हो रहा है, എനിക്കറിയത്തില്ല. मुझे पता नहीं। ശരീരത്തിൽ ഞാൻ ആ ദൈവ സാന്നിധ്യം ചുമക്കുന്നു. परमेश्वर की उस उपस्थिति को मेरे शरीर में मैं अनुभव कर रहा हूँ।
റൂട്ട് മാപ്പ് വരയ്ക്കുന്ന പോലെ ചിലർക്ക് വരച്ച് ആ റൂട്ടിലൂടെ വാതിൽ തുറക്കാൻ പോകും. जैसे एक नक्शे में रूट को दिशाओं को दिखाते हैं, वैसे कुछ लोगों को परमेश्वर दिशा दिखाकर आपके लिए वो दरवाजे खुलेंगे. നിനക്ക് കോമ്പറ്റീഷനായി നിന്നിടത്ത് നിന്നോട് കോമ്പറ്റീഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന തരത്തിൽ നീ ഒരു ഫ്രീ സോൺ ആകുക. जो भी आपके खिलाफ मुकाबले में रुके थे, कॉम्पिटिट कर रहे थे, वो आपके साथ मुकाबला नहीं कर पाएंगे. वैसे एक आजादी भरे क्षेत्र में आप प्रवेश कर रहे हो. ബൈബിളിലെ ഒരു വാക്കാ അത് പറയുന്നു, തടങ്കൽ പാറകൾ മാറിപ്പോന്നു. वो चट्टाने जो आपके खिलाफ विरोध आपको रुका रही थी, वो टूटकर वहां से निकल जा रही है. ആമേൻ, ആമേൻ. ചില അവകാശങ്ങളുടെ മേലെ നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മയെ തട്ടിക്കളഞ്ഞ് അത് നിങ്ങൾക്ക് തരാതെ വച്ചിരിക്കുന്ന ഇതിന്റെ മണ്ടൽ കർത്താവിന്റെ കരവിപ്പോ വരിക. ऐसी कुछ विरासतें है जो आपके लिए है, जो आपके अधिकार के है, पर उसको रुकावट रखा हुआ जो बातें है, उसके ऊपर परमेश्वर का हाथ प्रभु रख रहा है. ആ അവകാശ നന്മ നിങ്ങളുടെ മേൽ തിരിച്ചു വരികയാണ്. और वो विरासत, वो आशीष आपके पास लौट कर आ रहा है. അതിന്റെ മേൽ യഹോവയുടെ കരം വരുന്നു. पर यहोवा का हाथ उसके ऊपर आ रहा है. जीसस, जीसस, यस. നിങ്ങൾ തന്നെ ഒന്ന് സമർപ്പിച്ച आप अपने आप को समर्पित करके प्रार्थना करें. നിങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കാതെ പോകല്ലേ. प्रार्थना പഴയത് വേണ്ട, पुराना नहीं चाहिए, പഴയത് വേണ്ട, പുതിയതാകുക.